വാർത്തകളിലേക്ക്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ച് കയറിയ ആക്രമണം. അണങ്കൂർ ബദരിയൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ അടിപിടിയിൽ തുടർച്ചയായാണ് ആശുപത്രിയിലും ആക്രമണമുണ്ടായത്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി. രാവിലെയാണ് അണങ്കൂർ ബദരിയിൽ തമ്മിലടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയായിരുന്നു. പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീണു. ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴേക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെയാണ് ആ വന്ന വ്യക്തി നേരിട്ട് പോയി ആക്രമിക്കുന്നത്. പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് നേരെ എന്തും ചെയ്യാം എന്നുള്ളൊരു അധികാരമാണ് അവർക്കുള്ളത്. അതിലെന്തായാലും ഒരു മാറ്റം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി. സ്വത്ത് സംബന്ധമായ പ്രശ്നമാണ് ആശുപത്രിയിൽ കയറിയുള്ള ആക്രമണത്തിന് കാരണമായത്. കൈകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റയാൾക്ക് നേരെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തി കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു. കാല് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തന്നെ ചവിട്ടുമ്പോൾ ഡോക്ടറെ മേക്കും ഈ സൈഡിലുള്ള കബോർഡ് ഉണ്ടല്ലോ, രണ്ടിലേക്ക് ടച്ച് ആയിട്ട് ഞാൻ അവിടെ വീണു. ഈടെ വന്നിട്ട് അടിച്ചത് മുഹമ്മദ് ഷാനിദ്. ഇത് അതെൻ്റെ സഹോദരനല്ല, സഹോദരനും അകത്തുണ്ടായിരുന്നു. അവർ രണ്ടാളും കൂടിയിട്ടാണ് വന്നത്. ചെയ്തത് മുഹമ്മദ് കുഞ്ഞും ഷാനിദും വന്നത്. ചെയ്തത് ഷാനിദ്. രണ്ടാളും ഒന്നിച്ചിട്ടാണ് അകത്ത് വന്നത്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും സ്റ്റാഫ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. നമ്മളുടെ ഇതിലൊരു മെയിൻ ആവശ്യം തന്നെ ആശുപത്രിയിൽ ഈ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശുപത്രിയുടെ ഹോട്ട്സ്പോട്ടാണ്. എപ്പോഴും അക്രമം ഉണ്ടാവാനും വൈകാരികമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ സമയത്തും സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് നമ്മൾ സ്റ്റാഫ് കൗൺസിലിനും പറയാനുള്ളത്. അതേപോലെ സംഘടനയ്ക്കും പറയാനുള്ളത്, KGMI സംഘടനയ്ക്കും പറയാനുള്ളത്. അക്രമിയെ പിടികൂടിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.